രാജേഷ് ചേട്ടൻ എങ്ങനെയായിരുന്നു ഈ പറയുന്ന രീതിയിൽ ഈ വലിയ ട്രെയിനർ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണല്ലോ. എന്താ ഈ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ഇതെങ്ങനെയാ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടായിട്ടുണ്ടോ, നിലവിലുണ്ടായിട്ടുണ്ടോ? നിലവിൽ ഇങ്ങനെ 2018 ഈ പ്രളയ സമയത്തൊക്കെ ഈ രീതി പോയിട്ടുണ്ട്, പല സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലാതെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ കുറെ കാലായോ ഇവിടെ ഈ ചെറുപുഴയില്? ഞാൻ ഇന്നാണ് വന്നത്. എനിക്ക് അങ്ങനെയല്ല, രാജേഷ് ചേട്ടൻ ഇവിടെ വന്നിട്ട് കുറച്ച് 3 മാസമായി. ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ വീട്ടിലേക്കൊക്കെ എല്ലാ ദിവസവും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. 3 ദിവസം കൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണ് സംശയം വന്നത്. അപ്പോഴത് ആരും എന്താ പറഞ്ഞില്ല. ഇന്നലെ എല്ലാവരും ഒരു ഞാൻ 4 എല്ലാവരും പോന്നു. എന്താ പറഞ്ഞില്ല. ഞാൻ ഇന്നലെയാണ് വൈകുന്നേരം അറിഞ്ഞാണ് ഞാൻ ഇവിടെ എത്തി. ഇവരുടെ കുടുംബം എങ്ങനെയാ? ഭാര്യയും 2 മക്കളും. അവരൊക്കെ ഇത് ഇങ്ങനെ അറിഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. വല്ല കുരുക്കിൽ പെട്ടിരിപ്പുണ്ട്, രക്ഷപ്പെടും എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി വീട്ടിൽ. ഭാര്യയുടെതും പറഞ്ഞില്ല. വീട്ടിലെല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ അതിജീവിക്കാൻ വേണ്ടി രാജേഷിന് കഴിയുന്നുള്ള ഉറപ്പുണ്ട്.